വാട്സപ്പിനകത്തുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ ഈ വാട്സപ്പിന് എല്ലാവരും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ വാട്സപ്പ് ലോക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ വാട്സപ്പിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ വാട്സപ്പിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഈ വാട്സപ്പിനെ ലോക്ക് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ നമുക്ക് വാട്സപ്പ് ആരുടെ ചാറ്റിംഗ് വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ നമ്പർ ലോക്കോ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സീക്രട്ട് ലോക്കിങ് നമുക്ക് ഫിംഗർ ലോക്ക് വെച്ചോ ഫേസ് ലോക്കോ വെച്ചിട്ടായിരിക്കും ഇനി നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇത് ഒരു ആപ്ലിക്കേഷനും വേണ്ട, നമ്മുടെ വാട്സപ്പിനകത്തുള്ള ഒരു കിടിലൻ ട്രിക്കാണിത്. ഇത് എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫിംഗർ ലോക്ക് വെച്ചിട്ടോ ഫേസ് ലോക്ക് വെച്ചിട്ടോ ഇനി നമ്മുടെ ഏതൊരു ചാറ്റിങ്ങും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്സിനോ നമ്മൾ മറ്റുള്ളവർക്കോ നമ്മുടെ ഈ ഫോണ് കൈമാറുന്ന സമയത്ത് നമ്മുടെ പാറ്റേൺ ലോക്ക് ആണെങ്കിൽ ആ പാറ്റേൺ അവർ മനസ്സിലാക്കി നമ്മുടെ ചാറ്റിംഗ് എല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഫോൺ കൈമാറുന്ന സമയത്ത് ഈ ഒരു ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിംഗറോ ഫേസ് ഐഡിയോ ഇല്ലാതെ ഒരിക്കലും അവർക്ക് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതെങ്കിലും ലോക്ക് ചെയ്യണമെങ്കിൽ അതും ആ ഒരു ഗ്രൂപ്പുകൾ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റവും ഈ ഒരു ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ വെച്ചിട്ട് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ സീക്രട്ട് ചാറ്റിംഗ് ലോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആരുടെ നമ്പറിലാണ് ചാറ്റിംഗ് ലിസ്റ്റ് ലോക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ആളുടെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു മെസ്സേജൊക്കെ അയക്കുന്ന ആ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം ഇവിടെ അവരുടെ പ്രൊഫൈലൊക്കെ കാണുന്ന, അതായത് അവരുടെ നെയിം സേവ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴത്ത് ചാറ്റ് ലോക്ക് എന്ന് കാണാം. അതൊന്ന് ഓൺ ചെയ്യുക. അത് ഓഫിലായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ വന്നിട്ടുണ്ടാവും യൂസ് യുവർ ഫേസ് ഓർ ഫിംഗർ പ്രിൻ്റ് ആണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ചാറ്റ് ലോക്ക് ആയത് കാണാൻ പറ്റും, ഇത് ഓൺ ആയത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു നമ്പറിൽ നമുക്ക് ചാറ്റ് ലോക്ക് ആയിട്ടുണ്ടോ അല്ലയോ നോക്കാം. ഇനി ആർക്കും നമ്മുടെ ഈ ഒരു നമ്പറിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ്, അതായത് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഇല്ലാതെ നമുക്ക് ഈ ചാറ്റ് ലിസ്റ്റ് ഓൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്ന് നേരത്തെ ഒന്ന് ലോക്കാക്കിയതൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻ്റ് ഓൺ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നിട്ട് ഈ അൺലോക്ക് എന്നുള്ള ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ചാറ്റ് ലിസ്റ്റ് ഓണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത ആ ഒരു കോണ്ടാക്റ്റ് നമ്മുടെ മെയിൻ, അതായത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളൊക്കെ കാണുന്ന ഭാഗത്ത് ഒന്നും കൂടെ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഫിംഗർ പ്രിൻ്റ് ചോദിക്കും. അവിടെ നിന്ന് ഫിംഗർ പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലോക്ക് ചെയ്ത കോണ്ടാക്റ്റ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഞാനൊരു സീക്രട്ട് കോഡും കൂടി കൊടുക്കുന്ന ഒരു അടിപൊളി വേറെ കോഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു 3 ഡോട്ട് കാണുന്ന ആ ഒരു ബട്ടൺ മേൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നുള്ള ആ ഒരു ഭാഗം കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഹൈഡ് ലോക്ക് ചാറ്റ് അതേപോലെ സീക്രട്ട് കോഡ് എന്ന് കാണാൻ പറ്റും. ഈ ഹൈഡ് ലോക്ക് ചാറ്റ് ഒന്ന് ഓഫ് ആയിരിക്കും, അതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ അടിയിലൊരു സീക്രട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നമുക്കൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാൻ സീക്രട്ട് കോഡ് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് 9898 എന്നുള്ളത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. വീണ്ടും ആ ഒരു കോഡ് തന്നെ കൊടുക്കുക. 9898 കൊടുത്തിട്ട് ഡൺ അടിക്കുക. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വാട്സപ്പിൽ നമ്മളിവിടെ ഈ സെർച്ച് ബാറിൽ ജസ്റ്റ് 9898 അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ലോക്ക് ചെയ്ത കോണ്ടാക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. 9898 എന്ന് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത ആ ഒരു ഇതിവിടെ കാണാം, അൺലോക്ക്ഡ് ചാറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. 9898 ആ സീക്രട്ട് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആ ഒരു ലോക്ക് തുറന്നിട്ട് ആ ആളുടെ കോണ്ടാക്റ്റ് നമുക്ക് അതിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു കിടിലൻ ട്രിക്കാണ്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കും എന്താ അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഒരിക്കൽ കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഗുഡ് ബൈ.